ഒരു കാറ്റഗറിയെ നമ്മൾ എങ്ങനെയാണ് അത് പ്ലേസ് ചെയ്യുക, അത് ഏത് സമയത്താണ് എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങൾ ആലോചിച്ചില്ലെങ്കിൽ അതിന് റീച്ച് ഉണ്ടാവില്ല. അപ്പം നമ്മൾ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടൊരു ക്രിയേറ്റീവായിട്ടൊരു ഒരു ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും അത് റോങ് പ്ലേസ്മെൻ്റ് ആണ്, റോങ് കാറ്റഗറിയിലാണ് അത് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ റോങ് ഓഡിയൻസ് ആണ്. ഇപ്പം നേരത്തെ ഞാൻ പീയൂഷിനെ പറ്റി പറഞ്ഞ ഫെവിക്കോൾ അത് വാങ്ങിക്കുന്നത് നമ്മളല്ല, നമ്മുടെ കാർപ്പൻറ്റേഴ്സാണ്. അപ്പോൾ അതിൻ്റെ കാറ്റഗറി എന്ത് തരം കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ആ സമയത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊരു ഒരു ഒരു വലിയ ഫാഷൻ ഫിലിം ചെയ്തിട്ട് നമ്മളല്ല തീരുമാനം എടുക്കുന്നത്, ഫെവിക്കോൾ വാങ്ങിക്കുന്ന കാർപ്പൻറ്റർ. അപ്പോൾ അവരുടെ ഇടയിലോട്ട് നമ്മളെങ്ങനെയാണ് ടാർഗറ്റ് ഓഡിയൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് ചിന്തിച്ചില്ലെങ്കിൽ അഡ്വർടൈസിങ്ങിൽ കാര്യമില്ല. ബ്രാൻഡ് ബിൽഡിംഗ് ഇസ് ഓൾവേസ് അബൌട്ട് പ്ലേസ്മെൻറ്റ് ആൻഡ് വിസിബിലിറ്റി. അഡ്വർടൈസിങ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഫിലിം ഒരു ഭയങ്കര പവർഫുൾ മീഡിയമാണ്. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യാൻ 360 കമ്മ്യൂണിക്കേഷൻ ഇസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. യുവർ ഔട്ട്ഡോർ ഹോർഡിംഗ്, magazines, a lot of other things, social media. Yeah. Yes.